ഫ്രണ്ട്സ്, ഹൗ ആർ യു? വെൽക്കം ടു മൈ ബ്ലോഗ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം കുറച്ച് ചരിത്രം പറയാൻ പോവുകയാണ്. എന്തിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ പാർലെ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നിപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ പാർലെ ജി എന്ന് പറയുന്ന ബിസ്ക്കറ്റാണ് എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങളത് കൃത്യമായിട്ട് കാണുന്നുണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ 1929 മുംബൈയിലെ വിലയ് പാർലെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പാർലെ എന്ന് പറയുന്ന ബ്രാൻഡ് സ്ഥാപിക്കപ്പെട്ടത്. അതായത് ഇന്നേക്ക് 95 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഈ ഒരു ബ്രാൻഡ് സ്ഥാപിക്കപ്പെട്ടത്. ഇത് സ്ഥാപിച്ച മഹത് വ്യക്തിയുടെ പേരാണ് മോഹൻലാൽ ദയാൽ ചൗഹാൻ. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ബ്രാൻഡ് തുടങ്ങാൻ എന്താണ് കാരണം ഒരു സമയത്ത് ഒരു കാലമുണ്ടായിരുന്നു, അതായത് ബിസ്ക്കറ്റ് എന്നൊരു പറയുന്ന ഒരു പലഹാരം എല്ലാവർക്കും കഴിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ എല്ലാവരെ കൊണ്ട് വാങ്ങാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു ആ ഒരു കാലഘട്ടത്തിൽ അന്ന കാലത്ത് ഇന്ത്യയിലെ സാധാരണക്കാർക്കും അല്ലെങ്കിൽ പട്ടിണി പാവങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രാൻഡ് പാർലെ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അദ്ദേഹം സ്ഥാപിച്ചത്. അദ്ദേഹമാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് സാധാരണക്കാർക്കും അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കും വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത അദ്ദേഹമാണ്. അദ്ദേഹത്തോട് എത്ര നന്ദി പറഞ്ഞാലും തീരൂല. കാരണം ഇന്ന് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഒരു ബ്രാൻഡ് ഇന്നും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡിൻ്റെ വെച്ചാൽ നമ്മൾ പറയുമല്ലോ, ഓരോ കാലഘട്ടം ഇത് വരുമ്പോൾ കാലഘട്ടം മാറും തോറും ഓരോരോ ബ്രാൻഡുകൾ, പല ബ്രാൻഡുകളും പൂട്ടി പോവുകയോ അല്ലെങ്കിൽ പലതും നഷ്ടം വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു ചരിത്രം നമുക്കറിയാം. പക്ഷെ ഇന്നും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ബ്രാൻഡിൻ്റെ ജനപ്രീതി ഇന്നും കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഈ ഒരു ബ്രാൻഡിനെ ഇന്ത്യയിലെ ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, ഇന്ത്യയിലെ കുട്ടികൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമായൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത് കുട്ടികളാണ്. കാരണം കുട്ടികളുടെ ശരിക്കും ഇത് ഇങ്ങനെ ഒരു കുട്ടിയുടെ പടം, ഈ കുട്ടിയുടെ ചരിത്രം തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു ഇത് കുട്ടിയുടെ ചരിത്രം ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. പക്ഷെ എന്തായാലും ഈ ഒരു പിക്ചർ തന്നെയാണ് പലപ്പോഴും ഈ ഒരു ബ്രാൻഡിനെ ഡിഫറൻ്റ് ആക്കുന്നത്. കാരണം ഇപ്പം നമ്മൾ ഒരുപാട് ബ്രാൻഡുകൾ നമ്മളുടെ ഇന്ന് നിലവിലുണ്ട്. ഇപ്പോൾ കാഡ്ബറി ഉണ്ട്, നമ്മുടെ ബ്രിട്ടാനിയ ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഡിഫറൻ്റായിട്ട് ഇന്നും പാർലെ-ജി നിലനിൽക്കാൻ കാരണം ഈ ഒരു കുട്ടിയുടെ ഒരു പിക്ചറാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരുപാട് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം, ഈ ഒരു കുട്ടിയുടെ പിക്ചർ ഈ ഒരു ഇതിൽ വന്നത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തോട് ഒരുപാട് നന്ദി പറയണം. നമ്മളിങ്ങനെ ചരിത്രം അന്വേഷിച്ചു പോയാൽ ഇപ്പം നമ്മളിന്ന് കാണുന്ന പല വാഹനങ്ങളും പല ഫുഡ് പ്രോഡക്ട്സുകളായാലും ഈ ഒരു ഇതിനൊക്കെ ഒരു ചരിത്രമുണ്ട്. ഇപ്പം നമ്മളിന്ന് ഉപയോഗിക്കുന്ന പല വാഹനങ്ങളുടെ കാര്യം തന്നെ പറയാം. ഇപ്പോൾ യമഹ ആയാലും നമ്മുടെ ബജാജ് ആയാലും ഹീറോ ആയാലും ഒക്കെ എന്ന് വെച്ചാൽ ഈ പറയുന്ന ബ്രാൻഡുകളൊക്കെ തന്നെ പണ്ടും ഇന്ത്യയിലുണ്ടായിരുന്നു. അതായത് യമഹ ആയാലും ബജാജ് ആയാലും ഒക്കെ തന്നെ, അതായത് നമ്മുടെ ഹീറോ ഹോണ്ട ആയാലും, ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡറിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. സ്പ്ലെൻഡർ ഇന്നും ഇന്നത്തെ തലമുറയ്ക്ക് പോലും സ്പ്ലെൻഡറിന് അത്രത്തോളം ഇഷ്ടമാണ് അല്ലേ. സ്പ്ലെൻഡർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക വികാരമാണ്. അതേപോലെ തന്നെയാണ് യമഹയുടെ RX-100 എന്ന് പറയുന്ന വാഹനം. യമഹയുടെ RX-100 എന്ന് പറയുന്ന വാഹനം ഇന്നും ഒരുപാട് ഫാൻ ബേസ് ഉള്ളൊരു വാഹനമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ചേതക് എന്ന് പറയുന്ന ബജാജിൻ്റെ സ്കൂട്ടർ ഇല്ലേ. ഇന്നും ചേതക്കുമ്പോൾ പോകുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു പ്രൗഡിയാണ് ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നിട്ട് ഫെസിനോ എന്ന് പറയുന്ന വാഹനം യമഹയുടെ ഇങ്ങിയ തലമുറയിൽപ്പെട്ട, അതായത് പുതിയ തലമുറയിൽപ്പെട്ട വാഹനമാണ് ഞാൻ ഓടിക്കുന്നത്. പക്ഷേ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ വണ്ടിയിലും യാത്ര ചെയ്തിട്ടുണ്ട്. സ്പ്ലെൻഡറിൽ യാത്ര ചെയ്തിട്ടുണ്ട്, RX-100 യാത്ര ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ബുള്ളറ്റിലൊക്കെ അന്നും യാത്ര ചെയ്തിട്ടുണ്ട്. ബുള്ളറ്റ് എന്ന് പറയുന്ന ബുള്ളറ്റും അതുപോലെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു പ്രസ്ഥാനമാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള പല സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. ബുള്ളറ്റ് ഇന്നൊന്ന് സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമല്ല, വർഷങ്ങൾക്ക് മുന്നേ ഉണ്ട് ബുള്ളറ്റ് എന്നൊക്കെ പറയുമ്പോൾ. ബുള്ളറ്റ് മാത്രമല്ല, രാജദൂത് എന്നൊക്കെ പറയുന്ന ഒരുപാട് വാഹനങ്ങൾ
കാണാനും അതുമ്മ കയറി യാത്ര ചെയ്യാനുമുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബുള്ളറ്റിലായാലും നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന ഒരു നമ്മൾ എന്താ പറയുക, സ്പ്ലെൻഡറിനെ യാത്ര ചെയ്തിട്ടുണ്ട്. സ്പ്ലെൻഡർ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഫേവറേറ്റ് ആകുന്നത്. ബുള്ളറ്റ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ബുള്ളറ്റിനെ ഇഷ്ടപ്പെടാൻ കാരണം. അതാണ് വർഷങ്ങളായിട്ട് ഉള്ളൊരു സ്ഥാപനങ്ങളാണ് ഈ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ. അതേപോലെ തന്നെ ഏറ്റവും ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രസ്ഥാനമാണ് ശരിക്കും പറഞ്ഞാൽ പാർലെ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബ്രിട്ടാനിയ ആയാലും കാഡ്ബറി ആയാലും ഒരു സമയത്ത് നമുക്കൊക്കെ അറിയാം, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പറയുന്ന ബ്രാൻഡുകളൊന്നും ഇതുപോലെ ആയിരുന്നില്ല. പാർലെ അന്നും ഇന്നും ഒരുപോലെയാണ്. പാർലെക്ക് വലിയ മാറ്റങ്ങളൊന്നും അന്നും വന്നിട്ടില്ല. പാർലെ അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. പക്ഷേ കാഡ്ബറി ആയാലും ബ്രിട്ടാനിയയും ഏകദേശം ആ ഒരു പഴയ ഒരു രൂപത്തിൽ തന്നെ പോകുന്നുണ്ട്. പക്ഷെ ഒരുപാട് പുതിയ പേരിൽ പുതിയ ബിസ്ക്കറ്റുകൾ നിലവിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ കാഡ്ബറി ആയാലും ഇതുപോലെ തന്നെയാണ്. പണ്ടത്തെ ഡയറി മിൽക്കൊക്കെ കഴിച്ചവർക്കറിയാം. അന്നത്തെ ഡയറി മിൽക്കിൻ്റെ പാക്കിങ് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം അതെങ്ങനെയായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ ഡയറി മിൽക്ക് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് പല ബ്രാൻഡുകളും പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വണ്ടികളുടെ കാര്യം എടുത്ത് നോക്കിയാലും ഒരുപാട് പുതിയ വാഹനങ്ങൾ നമ്മുടെ കേരളത്തിലൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ യമഹയുടെ ആയാലും ബജാജിൻ്റെ പൾസർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു വികാരമാണ്. അതുപോലെ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വികാരമാണ്. അതേപോലെ തന്നെ യമഹയുടെ RX-100 എന്ന് പറയുന്നത് ഒരു വികാരമാണ്. ചേതക് എന്ന് പറയുന്നതും ബജാജിൻ്റെ ചേതക് എന്ന് പറയുന്നത് ഒരു വികാരമാണ്. അതുപോലെ ബജാജിലുള്ള ഓട്ടോറിക്ഷകൾ, ഒരു സമയത്ത് ഞാനൊക്കെ ബജാജിൻ്റെ പലതരം വെറൈറ്റി ഓട്ടോകൾ കണ്ടിട്ടുണ്ട്. അതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് കാണാനുള്ള ഭാഗ്യമില്ല. കാരണം പലതരം വെറൈറ്റി ഓട്ടോസ് എന്നുവെച്ചാൽ ഞാൻ ബോംബെയിലാണ് ജനിച്ചത്, തിരുവനന്തപുരത്ത് ജനിച്ചു ബോംബെയിലേക്ക് പോയി എൻ്റെ കുഞ്ഞുനാളിൽ. അന്ന് എൻ്റെ കുഞ്ഞുനാളിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ബജാജിൻ്റെയൊക്കെ പലതരം വെറൈറ്റി ഓട്ടോറിക്ഷകൾ. ആ ഓട്ടോറിക്ഷകളൊന്നും ഇന്ന് ആർക്കും കാണാൻ സാധിക്കില്ല. കാരണം അതൊക്കെ ഇങ്ങനെ കാലം മാറുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വന്ന് രൂപത്തിലും ഭാവത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ബജാജ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ യമഹ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹീറോ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അന്ന് ഹീറോ ഹോണ്ട ആയിരുന്നെങ്കിലും പക്ഷേ ഇന്നിപ്പോൾ രണ്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ടെങ്കിലും ഇന്നും ഒരു ഹീറോ എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. സ്പ്ലെൻഡർ എന്ന് പറയുന്ന വാഹനം ഇന്നും ഒരുപാട് ചെറുപ്പക്കാർക്ക് പ്രിയപ്പെട്ട ഒരു വാഹനമാണ്. അതുപോലെ യമഹ ആയാലും പൾസർ ആയാലും യമഹയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ RX-100 ആയാലും ഇന്ന് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട വാഹനമാണ്. അതേപോലെ പൾസർ, അതേപോലെ ചേതക് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ബജാജിൻ്റെ ഒരുപാട് പ്രിയപ്പെട്ട വാഹനങ്ങളാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള വാഹനങ്ങളാണ് ഈ പറയുന്ന വാഹനങ്ങളൊക്കെ തന്നെ. അപ്പോൾ നമ്മളുടെ ഓരോ ബ്രാൻഡിനും, ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഓരോ ബ്രാൻഡിനും ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ആദ്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു ബ്രാൻഡിനെ ഉപയോഗിക്കാനായിട്ട്. കാര്യം ഞാൻ എന്ന് പറയുമ്പോൾ എനിക്ക് അതിനൊക്കെ ഒരുപാട് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കാരണം ഒരുപാട് തരം വാഹനങ്ങളെ, ഒരുപാട് തരം പ്രോഡക്ട്സുകളെ, ഫുഡ് പ്രോഡക്ട്സ് ആയാലും മറ്റെന്ത് തരം പ്രോഡക്ട്സുകളായാലും രസ്ന എന്നൊക്കെ പറയുന്ന ബ്രാൻഡ് ഒക്കെ എൻ്റെ കുഞ്ഞുനാളിൽ മുതലുള്ള ബ്രാൻഡാണ് ഈ രസ്ന എന്നൊക്കെ പറയുന്ന ബ്രാൻഡ്. അതുപോലെ ഒരുപാട് ബ്രാൻഡുകളുണ്ട് ഇന്ത്യയിൽ. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ സ്ഥാപിക്കപ്പെട്ടതും ഇന്നും നിലനിന്ന് പോകുന്ന ബ്രാൻഡുകൾ ഒരുപാടുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ, നമ്മൾ എടുക്കുന്ന കഷ്ടപ്പാട്, നമ്മളെടുക്കുന്ന സ്ട്രെസ്സിനും സ്ട്രെയിനും ഒക്കെ, അല്ലെങ്കിൽ കഷ്ടപ്പാടിനും ബുദ്ധിമുട്ടിനും ഒക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് റിസൾട്ട് ഉണ്ടാവും, അത് ഉറപ്പാണ്. അതാണ് നമുക്ക് ഈ പല ബ്രാൻഡുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.